ഒന്നിനു പിറകെ ഒന്നായി രാജ്യത്തെ പള്ളികൾക്ക് മേൽ അവകാശവാദം ഉന്നയിച്ച് നാട്ടിലെ സമാധാന അന്തരീക്ഷം തകർക്കുകയാണ് സംഘപരിവാർ. കാരണമായി പറയുന്നതാകട്ടെ, നിലവിൽ പള്ളി നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം മുൻപ് ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നെന്നും വിഗ്രഹങ്ങളും അവശിഷ്ടങ്ങളും കണ്ടെത്തിയതായും. ബാബരിക്കും ഷാഹി ജമാ മസ്ജിദിനും പിന്നാലെ ഏറ്റവും ഒടുവിലായത് അജ്മീർ ദർഗയിലും അവകാശവാദം ഉന്നയിച്ചെത്തിയിരിക്കുകയാണ് ഹിന്ദുസേന. वो भगवान शंकर का महादेव का मंदिर है, संकट मोचन महादेव मंदिर है. ദർഗ ശിവക്ഷേത്രമായിരുന്നുവെന്ന് അവകാശപ്പെട്ടാണ് ഹിന്ദുസേന ജില്ലാ കോടതിയെ സമീപിച്ചത്. ദർഗയിൽ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സർവേ നടത്തണമെന്ന ആവശ്യവും ഹർജിയിൽ ഉന്നയിച്ചിട്ടുണ്ട്. ഹർജി ഫയലിൽ സ്വീകരിച്ച അജ്മീർ വെസ്റ്റ് സിവിൽ ജഡ്ജി മൻമോഹൻ ചന്ദേൽ ദർഗ കമ്മിറ്റിക്കും ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യക്കും നോട്ടീസ് നൽകാൻ നിർദ്ദേശം നൽകി. കേസ് അടുത്ത മാസം 20-ന് വീണ്ടും പരിഗണിക്കും. അതേസമയം അജ്മീർ ദർഗ ശിവക്ഷേത്രമായി പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് വിഷ്ണുഗുപ്ത നൽകിയ ഹർജി കഴിഞ്ഞ സെപ്റ്റംബറിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി അജ്മീർ കോടതി തള്ളുകയായിരുന്നു. രാജ്യത്തെ വിവിധ പള്ളികളുടെയും ദർഗകളുടെയും മേൽ അവകാശവാദം ഉന്നയിച്ച് വിവിധ ഹിന്ദു സംഘടനകൾ രംഗത്തു വരുന്നത് പതിവായിരിക്കുന്ന സാഹചര്യത്തിൽ രാജ്യസഭാ MP കപിൽ സിബൽ ഉൾപ്പെടെയുള്ള നേതാക്കൾ വിഷയത്തിൽ പ്രതികരണവുമായെത്തി. രാജ്യത്ത് നടക്കുന്ന ഇത്തരം സംഭവങ്ങൾ ആശങ്കാജനകമാണെന്നും കേവലം രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി എവിടേക്കാണ് ഈ രാജ്യത്തെ കൊണ്ടുപോകുന്നതെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. സമാന രീതിയിൽ UP-യിലെ സംഭാൽ ജില്ലയിലെ ഷാഹി ജമാ മസ്ജിദിനു നേരെയും ഹിന്ദുത്വ സംഘടനകൾ അവകാശവാദം ഉന്നയിച്ചിരുന്നു. പിന്നാലെ ASI സർവേ നടത്താൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കുകയും പോലീസ് വെടിവെപ്പിൽ 6 പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു.